റേമ, നമുക്ക് കുറച്ച് കണ്ടൻറ്റുകൾ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ദ കണ്ടൻറ്റ് ബേസ്ഡ് ഓൺ ഇവൻറ്റ് മാനേജർ. ഓക്കെ, അതിനകത്ത് തന്നെ ക്ലയൻസിന് നമ്മൾ മീറ്റ് ചെയ്യുന്ന, നമ്മൾ ഒരുപാട് ക്ലയൻസിനെ മീറ്റ് ചെയ്യുന്നുണ്ട്, ഒരുപാട് ഡൗട്ട്സ് അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ഡൗട്ട്സിനെ കുറിച്ച് നമ്മൾ അവർക്ക് ആ ഒരു മീറ്റിങ്ങിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ബട്ട് അത് കണക്ക് തന്നെ ഒരുപാട് ക്ലയൻസ് മറ്റ് ഇവൻറ്റ് മാനേജേഴ്സിനെ മീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും. അവരും ഇതേ കണക്ക് ആ ഡൗട്ട്സും കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ടാവും. ബട്ട് ഒരു വിഭാഗം ആൾക്കാർ ഇതൊന്നും അറിയാത്തൊരു വിഭാഗം ആൾക്കാരുണ്ട്. ഓക്കെ, അപ്പോൾ അവർക്കും കൂടെ എത്തുന്ന രീതിയിൽ നമുക്കൊരു കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. സോ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആദ്യത്തെ ഒരു ടോപ്പിക്ക് റേമനെ സെലക്ട് ചെയ്യും. ഓക്കെ, ആളുകൾ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന പലതരം ഡൗട്ടുകളിൽ അപ്പം നമ്മൾ ഡെസ്റ്റിനേഷൻ ക്ലയൻസിൻ്റെ ഇത് പറയണോ അതോ നമ്മുടെ നാട്ടിലുള്ള ക്ലയൻസിൻ്റെ ഇത് പറയണോ? ഡെസ്റ്റിനേഷൻ ക്ലയൻസിൻ്റെ ആ ഒരു ചോദ്യം നല്ലതല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഡെസ്റ്റിനേഷൻ ക്ലയൻസിന് ഒരുപാട് അറിയാവുന്ന ഒരു പ്രോഗ്രാം. ഓക്കെ, ഡെസ്റ്റിനേഷൻ ഇൻ ദ മീൻസ് ദ നോർത്ത് ഇന്ത്യൻ ക്ലയൻസ്. ഓക്കെ, ഔട്ട്സൈഡ് കേരള ഉള്ള ബാക്കി ഇന്ത്യയുടെ ബാക്കി ഭാഗത്തുള്ള ആൾക്കാർക്ക് വളരെ കോമൺ ആയിട്ടുള്ളൊരു റിച്വലും, എന്നാൽ നമ്മളെ മലയാളികൾക്കിടയിൽ പുതിയതായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്, പുതിയതായിട്ടല്ല കുറച്ച് നാളായിട്ടുണ്ട്, ബട്ട് എന്നാലും കുറേയധികം ആൾക്കാർക്ക് അറിയാത്ത അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് ഏറ്റവും കൂടുതൽ ഡൗട്ട് ചോദിക്കുന്ന ഒരു കണ്ടൻറ്റ്. അതായത് നമ്മൾ ഡെസ്റ്റിനേഷൻ ക്ലയൻസിനെ പറ്റി പറയുകയാണെങ്കിൽ അവർ ദേ ഹാവ് എ ലോട്ട് ഓഫ് ഇവൻറ്റ്സ് കമ്മിങ് അപ്പ് വിത്ത്. ഇപ്പോൾ വെഡിങ് പറയാനാണെങ്കിൽ, പക്ഷെ അവരുടെ പലതരം ഇവൻറ്റ്സിൽ നമ്മുടെ നാട്ടിലുള്ള ക്ലയൻസ് അഡാപ്റ്റ് ചെയ്തേക്കുന്ന പല ഇവൻറ്റ്സ് ഉണ്ട്. അവരുടെ കൾച്ചേഴ്സ്, ലൈക്ക് ഫോർ എക്സാമ്പിൾ ഹൽദി, മെഹന്തി, സംഗീത്. മെഹന്തിയൊക്കെ നമ്മുടെ നാട്ടിൽ പണ്ടേ ഉണ്ട്, പക്ഷെ മെജോറിറ്റി ഹൽദി ഇവൻറ്റ് നമ്മുടെ നാട്ടിലുള്ളവർ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് എല്ലാവരും ചെയ്തു വരുന്നുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ ഓരോ വീടുകളിൽ ഇപ്പം പോയിരുന്ന് സംസാരിക്കുമ്പോഴും ആ വീട്ടിൽ വിൽ ബി ലൈക്ക് ഹാവിങ് എ കോൺവെർസേഷൻ വിത്ത് എ ലോട്ട് ഓഫ് പീപ്പിൾ. പക്ഷേ some people will be wanting a healthy, പക്ഷേ some people still ask us എന്തിനാണ് ഹെൽത്തി, അല്ലെങ്കിൽ എന്താണ് ഹെൽത്തി, എന്താ സംഭവം, why do we have to have an event like that, why should we incorporate such kind of an event, അത് ബഡ്ജറ്റ് എക്സീഡ് ചെയ്യുമല്ലേ, അല്ലെങ്കിൽ why should we spend, I mean some people will have the budget but will be doubting like why to spend on healthy. So that is like a very important topic to discuss. I mean, why do we have to have an event like healthy in our Kerala weddings system? ഇപ്പോൾ റേമ പറഞ്ഞതിനകത്ത് രണ്ട് കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയെന്ന് പറഞ്ഞാൽ ഹൽദിയും സംഗീത്. ഓക്കെ, അങ്ങനെ നമുക്കിപ്പോൾ ഹൽദിയെ കുറിച്ച് സംസാരിക്കാം അല്ലേ. സംഗീതിന് അടുത്തൊരു ടോപ്പിക്കായിട്ട് നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു കാര്യം. സോ ഹൽദി തന്നെ നമുക്ക് കുറച്ച് പാർട്ടുകളായിട്ട് വേണമെങ്കിൽ തിരിക്കാം. ഹൽദിയുടെ റിച്വൽസ് എന്താണെന്നുള്ളത്, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഹൽദി നമ്മുടെ നാട്ടിൽ ആഡ് ചെയ്തു എന്നുള്ളത്, അതല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫുഡ് മെനു എങ്ങനെ ആയിരിക്കണം, ഗസ്റ്റ് കൗണ്ട് എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് ഇല്ലേ. സോ ബേസിക്കലി നമ്മൾ ഈ പറയുന്നതൊക്കെ നമ്മൾ ചെല്ലുമ്പോഴത്തേക്ക് പറയണൊക്കെ പലരും പറയാറുണ്ട് ഹൽദി. ഇപ്പം ഹൽദി നമ്മൾ ഇവൻറ്റ് മാനേജേഴ്സ് കേരളത്തിൽ മെയിൻലി അങ്ങനെ ഒരു കണ്ടൻറ്റ് കൂടുതലും വരാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഒരു കളർഫുൾ ഇവൻ്റാണ്. ദെൻ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പണ്ട് നമ്മളെ വെഡ്ഡിങ്സ് ഇവിടെ നടന്ന ടൈമിൽ, അതായത് നമ്മളുടെ ഈ പേരൻസിൻ്റെയോ അല്ലെങ്കിൽ അതിന് മുന്നേ ഉള്ള ഒരു ജനറേഷൻ്റെ വെഡ്ഡിങ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഫാമിലി ഒത്തുകൂടുകയാണ് ചെയ്യുന്നത്. ആ ഫാമിലി ഒത്തുകൂടി അവർ ഭയങ്കര ഹാപ്പിനെസ് അവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. കാര്യം ആഴ്ചകളോ മാസങ്ങളോ ഒക്കെ അവർ ഒന്നിച്ച് കൂടിയിട്ടാണ് ആ ഒരു വെഡ്ഡിങ്ങിൻ്റെ റിച്വൽസും കാര്യങ്ങളെല്ലാം നടക്കുന്നത്. ഒന്നിച്ച് ഫുഡ് വയ്ക്കുന്നു, ഒന്നിച്ച് ആ ഒരു നമ്മുടെ ഈ പണ്ട് ഓണത്തിനൊക്കെ നടക്കുന്ന പറയത്തില്ലേ, സെയിം രീതി തന്നെ. ബട്ട് ഇന്ന് നമുക്ക് അങ്ങനെ ഇല്ലല്ലേ. പെട്ടെന്നൊരു കല്യാണത്തിന് കൂടുന്നു, എല്ലാവരും ഓടി വരുന്നു, അറ്റൻഡ് ചെയ്യുന്നു, പോകുന്നു. ആരും ഇവിടെ വീടുകളിൽ ഇല്ലാത്തൊരവസ്ഥയാണ്. സോ ലൈക്ക് മേ ബി എല്ലാവരും 2 ദിവസം ലീവ് ഒക്കെ എടുത്തിട്ട് വരും, 1 വീക്ക് ലീവ് എടുത്തിട്ട് വരും. സോ ഇറ്റ്സ് നോട്ട് ലൈക്ക് എവ്രിബഡി ഹാവ് ദ ടൈം ടു ആ ഒരു വെഡിങ് എന്ന് പറയുന്ന ആ ദിവസത്തെ ഒരു ഇതല്ല. അപ്പോൾ ആ ഒരു എനർജി തുടങ്ങുന്നത് ഒരാഴ്ചയോ അല്ലെങ്കിൽ എത്രയോ ദിവസങ്ങൾ മുന്നേ ആണ്. അതുകൊണ്ടൊക്കെ തന്നെ ഇപ്പോഴത്തെ ഗസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് ഏറ്റവും മിനിമം എന്ന് പറയുന്നത് 1000 ആണ്. സോ 1000 ഗസ്റ്റ് വരുമ്പം അതിനകത്തുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ബ്രൈഡ് ആൻഡ് ഗ്രൂമിന് ഇതിനകത്തൊരു പാതി ആൾക്കാരെ പോലും അറിയണമെന്നില്ല. അപ്പോൾ അവരുടെ ഫ്രണ്ടിൽ നിൽക്കുമ്പോഴത്തേക്ക് നമുക്കൊരു ഹെസിറ്റേഷൻ ഉണ്ടാവും. മീൻസ് നമ്മൾ ഹാപ്പിനെസ് ഉണ്ട്, ബട്ട് നമ്മൾ ആ ഒരു സ്ട്രെസ്സുണ്ട്. മീൻസ് ഈ സ്ട്രെസ്സും ടെൻഷനൊക്കെ ഇവൻറ്റിൻ്റെ പാർട്ടിയിൽ നിന്ന് മാറ്റാനാണ് നമ്മൾ ഇവൻറ്റ് മാനേജേഴ്സ് ഉള്ളത്. ബട്ട് എന്നാലും ഇത്രയും ആൾക്കാരെ കാണുമ്പോൾ ഉണ്ടാകുന്ന രീതി, ഇത്രയും ആൾക്കാരെ ടേക്ക് കെയർ ചെയ്യണം, അവരുടെ അടുത്ത് ചിരിക്കണം, നോക്കണം, അവരെ ഹോസ്പിറ്റാലിറ്റി കൊടുക്കണം എന്നൊക്കെ വിചാരിക്കുമ്പോഴത്തേക്ക് ഒരു ടെൻഷൻ അവർക്കുണ്ടാവും. അപ്പോൾ സോ അവിടെ നമുക്ക് ഒന്ന് നല്ല രീതിയിലൊന്ന് ഡാൻസ് ചെയ്യാനോ ഒരു പാട്ട് പാടാനോ ഒക്കെ ചെറിയൊരു പിടുത്തം ഉണ്ടാവും. സോ ആ പിടുത്തം എല്ലാം മാറുന്നൊരു ഇവൻ്റാണ് സത്യം പറഞ്ഞാൽ ഈ ഹൽദി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഗസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് എപ്പോഴും വളരെ കുറച്ച്, ഹാർഡ്ലി ആ ഗസ്റ്റ് കൗണ്ട് എപ്പോഴും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമുക്ക് എത്രമാത്രം ഫ്രണ്ട്സുണ്ട്, ആ ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്ക് നമ്മൾ എത്രമാത്രം ഫ്രീ ആണ് എന്നുള്ളത് വെച്ചിട്ടാണ്. സോ അപ്പോൾ ഒരു 50 to 100 ആണ് എപ്പോഴും
നോർമലി ബെറ്റർ ആയിട്ടുള്ളൊരു ഗസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത്. നമ്മൾക്ക് മാത്രമല്ല, നമ്മളുടെ ഈ പറയുന്ന ബ്രൈഡ് ആൻഡ് ഗ്രൂം ആൻഡ് ദ പേരൻസ്, ഇവർ ഇത്രയും പേർക്ക് ഫ്രീ ആയിട്ട്, അപ്പം എല്ലാവർക്കും ഫ്രീ ആയിട്ട് നിൽക്കാൻ, അതായത് പ്രൊപ്പോർഷനേറ്റ്ലി നിങ്ങൾക്ക് എത്ര ഫാമിലി, സിബ്ലിങ്സ്, കസിൻസ്, ക്ലോസ് ഫ്രണ്ട്സ് നിങ്ങൾക്ക് അല്ലെങ്കിൽ നെയ്ബേഴ്സ്, ഹൂഎവർ ദാറ്റ് യു ക്യാൻ ആക്ച്വലി ബി യുവർ സെൽഫ് വിത്ത്. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഹൽദി അങ്ങനത്തെ അല്ലെങ്കിൽ അടിച്ചുപൊളി പരിപാടിയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും യു ഓൾ ക്യാൻ ബി ഫ്രീ. നല്ല ഡാൻസ് കളിക്കാനും നല്ല ഹാപ്പിനെസ് ഉണ്ടാക്കാൻ പറ്റുന്ന മൊമെൻറ്റ്സ് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഇവൻ്റ് ആക്കി മാറ്റാൻ പറ്റുന്നത് എപ്പോഴും ഗസ്റ്റ് കൗണ്ട് വളരെ ഈ പറഞ്ഞ ഒരു ക്രൈറ്റീരിയ ഫോളോ ചെയ്യുമ്പോഴാണ്. സോ അതിനകത്ത് നമ്മൾ എപ്പോഴും പ്രപ്പോസ് ചെയ്യുന്നതെന്ന് പറഞ്ഞൊരു ഔട്ട്ഡോർ ആണ് ഹൽദി ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്. ബിക്കോസ് ഹൽദി ഔട്ട്ഡോർ എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് വാട്ടർ ഒരു ഇമ്പോർട്ടൻറ്റ് കണ്ടൻ്റ് ആണല്ലേ. ദെൻ ദ സൗണ്ട്, ദെൻ ദ കളേഴ്സ് നമുക്ക് ആഡ് ചെയ്യാം. ആൻഡ് ദ ടൈമിങ് ഓൾസോ, ടൈമിങ് മേ ബി ഇറ്റ്സ് ബെറ്റർ ടു ഹാവ് ഇൻ ദ മോർണിംഗ്, രാവിലെ തന്നെ കളർഫുൾ ആയിരിക്കും. അല്ലെങ്കിൽ ഈവനിങ് ഒരു ബൈ 3 or 4 സ്റ്റാർട്ട് ചെയ്യുന്ന രീതിക്ക്. ബിക്കോസ് ആ ഇവൻ്റ് മൊമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാനാണ്, കളേഴ്സിൻ്റെ ഒരു കളിയാണ്. ആ ഫോട്ടോസ് എല്ലാം ഭയങ്കര വൈബ്രൻ്റ് ആയിരിക്കണം. അപ്പോൾ അത്ര വൈബ്രൻ്റ് ആയിരിക്കണമെങ്കിൽ നമുക്ക് സൺലൈറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് വളരെ ഇമ്പോർട്ടൻ്റ്. അതാണ് ഈവനിങ് സൺലൈറ്റിനേക്കാളും കുറെ കൂടെ ബെറ്റർ മോർണിംഗ് സൺലൈറ്റ് ആണ്. പിന്നെ ചിലർക്ക് ഇപ്പോൾ ഈ പറയുന്നത് രണ്ടും ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കാണ് നമ്മൾ 3 or 4 സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറയുന്നത്. സോ അവർക്ക് ആ നൈറ്റ് വ്യൂവും, അതായത് ആ ലൈറ്റ്സിൻ്റെ ഒരു ഗെയിമിങ്ങും, ദെൻ ആ രാവിലത്തെ ഇത് സൺലൈറ്റിൻ്റെ ആ ഒരു കളേഴ്സും എല്ലാം നമുക്ക് കിട്ടും. ഓക്കെ, ദെൻ ഫുഡ് അല്ലേ? ഫുഡ് ഇപ്പോൾ എങ്ങനെ ആയിരിക്കണം? അബൌട്ട് ദ ഫുഡ് മെനു, എങ്ങനെ അത് ക്യൂറേറ്റ് ചെയ്യണം എന്നുള്ളത് അതൊരു ഇമ്പോർട്ടൻറ്റ് സാധനമാണ്. അതായത് ഹൽദിയിലേക്ക് വരുമ്പോഴത്തേക്കും മോസ്റ്റ്ലി ഒരു ഹാപ്പനിങ് ഇവൻ്റ് ആണ്. നോബഡി ഈസ് ലൈക്ക് അൺലൈക്ക് സംഗീത് ഓർ റിസെപ്ഷൻ ഓർ എനി അതർ ഇവൻറ്റ്. ആരും വെഡിങ് പോലെ ആരും ഇരുന്ന് കുറേ നേരം അധികം ഒന്നും കാണാൻ ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇറ്റ്സ് ലൈക്ക് ഒന്നെങ്കിൽ എല്ലാവരും എനിക്ക് വന്ന് മഞ്ഞളും അങ്ങോട്ടും തേക്കലും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും, അല്ലെങ്കിൽ സൈഡിൽ DJ നടക്കുന്നുണ്ടാവും, പീപ്പിൾ ആർ ഡാൻസിങ് അറൗണ്ട്, യുനോ ഓൾ ദോസ് തിങ്സ്. ബിക്കോസ് നമ്മൾ ഈ പറയണക്ക് നമ്മൾ അവിടെ നിന്നുള്ള ഹെൽത്തി അഡാപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ആ റിച്വൽസ് ഒരുപാട് ചെയ്യാത്തതുകൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ആ ഒരു എന്താ പറയുക ഹൽദി തേക്കുന്നു കാര്യങ്ങൾ മാത്രമേ അഡാപ്റ്റ് ചെയ്യുന്നുള്ളൂ. ബിക്കോസ് പുറത്ത് ഇപ്പോൾ കഴിഞ്ഞാൽ ടോക്കിംഗ് അബൌട്ട് ദ ഡെസ്റ്റിനേഷൻ ക്ലയൻസ്, ദേ ഹാവ് ലോട്ട് ഓഫ് പൂജ കാര്യങ്ങൾ. അതിൽ ആളുകൾ കുറേ നേരം ഇരിക്കുന്നുണ്ട്, പ്രാർത്ഥനകളും പൂജകളും ഒക്കെ ചെയ്യുന്നുണ്ട്. ബട്ട് കമ്മിങ് ടു കേരള, ഇവിടെ വരുമ്പോഴത്തേക്കും പീപ്പിൾ ആർ ജസ്റ്റ് ഡൂയിങ് ദിസ് ടു എൻജോയ് ദംസെൽസ്. അപ്പം അന്നേരം പീപ്പിൾ ആർ ലൈക്ക്, ചിലപ്പോൾ ഗെയിം കോർണേഴ്സ് കാണും, അവിടെ ഗെയിം കളിക്കുകയായിരിക്കും. സോ പീപ്പിൾ വിൽ ബി ലൈക്ക് റോമിങ് അബൌട്ട് എവ്രിവെയർ. So what they need is, പകലും കൂടാണ് നടത്തുന്നതെങ്കിൽ what they need is a lot of stuff to drink mainly. അപ്പോൾ സ്നാക്സ് വേണം. സോ വിൽ ഹാവ് an elaborate starters for haldi. സോ അതാണ് നമ്മൾ ആദ്യം നോക്കേണ്ട ഒരു കാര്യം. വി ഷുഡ് ബി ഹാവിങ് എ ലോട്ട് ഓഫ് സ്റ്റാർട്ടേഴ്സ് ലൈക്ക് ഡ്രിങ്ക്സ് ആൻഡ് സ്നാക്സ് അക്കോർഡിംഗ് ടു യുവർ പ്രിഫറൻസസ്. അതാണ് പോയിന്റ് നമ്പർ 1. ബേസിക്കലി അത് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പം ഡാൻസ് കളിക്കുന്നുണ്ടാവും, ബട്ട് ആ ടൈമിൽ നമുക്ക് ഒരു വെള്ളം കുടിക്കാൻ ദാഹിക്കും. അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ ബൈറ്റ്സ് കഴിക്കാൻ, കാര്യം ഇതിനകത്ത് മെയിൻ ക്രൈം ആദ്യം പറഞ്ഞ കാര്യമാണ്. നമ്മൾ ആദ്യമേ, അല്ലെങ്കിൽ ആൾക്കാർ ഇരിക്കാനുള്ളൊരു സമയം നമ്മൾ കൊടുക്കരുത്. നമ്മൾ ഫുഡ് നേരത്തെ സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. അതാണ് എൻ്റെ മെയിൻ ഒരു പാർട്ട് എന്ന് പറയുന്നത്. ഫുഡ് നമ്മൾ എപ്പോഴും ആ ഇവൻറ്റിന് ഒരു മണിക്കൂറോ 1.5 മണിക്കൂറോ കഴിഞ്ഞിട്ട് ഫുഡ് സ്റ്റാർട്ട് ചെയ്യും. ബട്ട് ആ ടൈമിൽ ആൾക്കാർ ഒന്ന് എൻഗേജ് ചെയ്ത് നിർത്താനും അവർക്ക് ആ ഒരു എന്താ പറയുന്ന ഡാൻസ് ചെയ്യുമ്പോഴും എല്ലാം എനർജി ഫില്ല് ചെയ്യാനൊക്കെ ആയിട്ടാണ് ഈ സ്റ്റാർട്ടേഴ്സും ഡ്രിങ്ക്സും എല്ലാം നമ്മൾ ആഡ് ചെയ്യാൻ പറയുന്നത്. സോ ലോട്ട് ഓഫ് സ്റ്റാർട്ടേഴ്സ്, വളരെ ചെറിയൊരു മെയിൻ കോഴ്സ്, അതാണ് എപ്പോഴും ഹൽദിക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത്. കാര്യം ഒരുപാട് സ്റ്റാർട്ടേഴ്സും ഡ്രിങ്ക്സും കഴിഞ്ഞിട്ട് നമുക്ക് വലുതായിട്ട് കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതിയിൽ, പിന്നെ മെയിൻലി നമ്മൾ മനസ്സിലാക്കാനുള്ളൊരു കാര്യം, നമ്മളെപ്പോഴും ഫുഡ് ഓർഡർ ചെയ്യുമ്പോഴും സെലക്ട് ചെയ്യുമ്പോഴും ചെയ്യേണ്ടുള്ളത്, സ്റ്റാർട്ടേഴ്സ് കൂട്ടുമ്പം നമുക്ക് സാധാരണ നമുക്കൊരു വെഡിങ്ങിന് വരുന്ന സ്റ്റാർട്ടറിൻ്റെ ക്വാണ്ടിറ്റി കണക്കായിരിക്കരുത്. ആ സ്റ്റാർട്ടർ ക്വാണ്ടിറ്റി എപ്പോഴും കൂടുതലായിരിക്കണം. കാര്യം ഒരുപാട് കൺസംഷൻ ഉണ്ടാവും. സോ ഹൽദിക്ക് ആ ഒരു കാര്യം നിങ്ങൾ എപ്പോഴും മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഫുഡിൻ്റെ കാര്യങ്ങൾ ഓർഡർ ചെയ്യാൻ. അപ്പം നമ്മളെപ്പോഴും പ്രപ്പോസ് ചെയ്യുന്നത് അതൊരു എന്താ പറയുന്ന, നമുക്ക് അഡീഷണൽ ഒരു കോസ്റ്റിംഗ് അല്ല ഒരിക്കലും ഒരു ഹൽദി എന്ന് പറയുന്നത്. കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വെഡ്ഡിങ്ങിൻ്റെ എനർജി, നമ്മളെ വെഡ്ഡിങ്ങിൻ്റെ ഹാപ്പിനെസ് കംപ്ലീറ്റ്ലി ഫില്ലപ്പ് ചെയ്ത് അതിനെ എന്താ പറയുന്നത്, ഇങ്ങനെ എല്ലാവർക്കും ആ ഒരു എനർജി കൊടുക്കുന്ന ഒരു ഇവൻ്റാണ് ഹൽദി എന്ന് പറയുന്നത്. സോ അത് മാക്സിമം എല്ലാവരും ആഡ് ചെയ്യാൻ നോക്കുക. കാര്യം ഇൻറ്റിമേറ്റ് വെഡ്ഡിങ്സിനെ കുറിച്ച് അറിയാം, അല്ലെങ്കിൽ ഇൻറ്റിമേറ്റ് വെഡ്ഡിങ്സ് ചെയ്തിട്ടുള്ള ഒരുപാട് ആൾക്കാർക്ക് നിങ്ങൾക്ക് അന്വേഷിച്ച് അറിയാൻ പറ്റും ആ ഹാപ്പിനെസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്യൂട്ട്നെസ് എങ്ങനെയാണെന്നുള്ളത്. ആ സെയിം കണ്ടൻറ്റ് നമുക്ക് ഇവിടെ ഈ ഹൽദിയിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ബിക്കോസ്
വെഡ്ഡിങ്ങിനുള്ള കൗണ്ട് അത്രയും വലുതായിരിക്കാൻ പോകും. ഓക്കെ, താങ്ക് യു. അപ്പം ഈ കണ്ടൻറ്റുകൾ ഞങ്ങളുടെ അറിവിന് അനുസരിച്ചിട്ടുള്ളതാണ് നമ്മൾ പറയുന്നത്. തെറ്റുകളുണ്ടാവാം, ശരികളുണ്ടാവാം. നമ്മൾ ശരിയാണെന്ന് മുന്നോട്ട് കണ്ടുകൊണ്ട് പറയുന്നതാണ്. സോ എല്ലാവർക്കും നിങ്ങളുടെ കമൻറ്റ്സ് പറയാം. താങ്ക് യു.